ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടി സെഹിയോൻ്റെ മലയിലെ സ്ഥലത്താണ്. ഇവിടെ ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥന 10ാം വർഷം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ 2ാം വർഷമാണ് ഈ ജോസഫേട്ടൻ വരുന്നത്. ജോസഫേട്ടൻ ഇടുക്കിയിൽ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ജോസഫേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ജോസഫേട്ടൻ ഈ 82ാമത്തെ വയസ്സിലും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു എന്നതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. രോഗം ഒക്കെയുണ്ട്, ഷുഗറൊക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് അതൊന്നും ഒരു പ്രയാസമില്ലാതെ ഇന്ന് 14ാം ദിവസമായി നല്ല ഉപവാസത്തിലാണ്. കർത്താവിൻ്റെ വലിയൊരു കൃപയാണിത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമുക്ക് അനുവദിക്കുന്ന ഒരു കൃപയാണ്. കൃപയില്ലാത്തവർക്ക് ഉപവസിക്കാൻ കഴിയില്ല. അതുപോലെ യേശുവിനോടുള്ള അഗാധമായൊരു സ്നേഹവും ഇഷ്ടവും ദൈവത്തോടുള്ളൊരു ബന്ധവുമാണ്, സഭയോടുള്ള സ്നേഹം കൊണ്ടാണ്, ഈശോയോടുള്ള ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അട്ടപ്പാടി വലിയ മലയിൽ ദേവസഹായം പള്ളിയുടെ ചാപ്പലിനടുത്ത് എന്താ പറയുക, സെഹിയോനിലാണുള്ളത്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ തീഷ്ണതയോടുകൂടി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ജോസഫേട്ടൻ്റെ വീട്ടുപേരെന്നാ പറഞ്ഞേ? തെക്കേൽ നിന്നാണ് വീട്ടുപേര്, കട്ടപ്പനയിലാണ്. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവരെ പോലെ പ്രായമുള്ള ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട്. അത് രോഗത്തെ വിചാരിച്ചിട്ടല്ല, ക്രിസ്തുവിനെ വിചാരിച്ചിട്ടാണ്. സഭയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ വന്ന ഇവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും, അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പ്രായത്തിലും ഉപവസിക്കാൻ പറ്റും എന്ന് ബോധ്യപ്പെടുത്തി. ഇന്ന് 14ാം ദിവസമാണ്. അപ്പോൾ എന്തായാലും കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഒക്കെ ഈ ജോസഫേട്ടനിലൂടെ ലോകം മുഴുവൻ, സഭ മുഴുവൻ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കാണിക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇനി 21 ദിവസത്തെ ഉപവാസമുണ്ട്. അതിന് ശേഷം 12 ദിവസത്തെ ഉപവാസമുണ്ട്. അതിന് താഴെ 7 ദിവസത്തെ ഉപവാസമുണ്ട്. 7 ദിവസം മിനിമമാണ്. 7, 12, 21 ഇത്രയും ദിവസങ്ങളിൽ ഇനി വരാം. താല്പര്യമുള്ളവർ വരിക, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. സഭയോട് ചേർന്ന് അന്ത്യകാലത്തെ നേരിടാൻ വേണ്ടി, സഭയെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമുക്കറിയാം, യുദ്ധങ്ങളും കെടുമതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. സഭയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജഡികത്തിലും എന്താ പറയുക, സുഖലോലുപതയിലും മദ്യാസക്തിയിലും ലഹരിയിലും വ്യഭിചാരത്തിലും വീണുപോയ സഭാമക്കളെ വീണ്ടെടുക്കുക എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കാണാം. കർത്താവിൻ്റെ വലിയ കൃപ അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോസഫേട്ടനെ പോലെയുള്ളവർക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഈ പ്രായത്തിലും ഈ ശുശ്രൂഷയ്ക്കായിട്ട് വന്നതിനെ ഓർത്ത്, വീണ്ടും വന്നതിനെ ഓർത്ത്. ഒരു പ്രാവശ്യം വന്നതല്ല, വീണ്ടും വന്നാണ് 2ാമത്തെ തവണയാണ് ഉപവസിക്കാൻ പറ്റുന്നത്. അപ്പോൾ കർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞ് നിങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ, ഒന്ന് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കരുണ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. ആമേൻ.